ടി.വി.കെയുടെ റാലികൾ തടയണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കാതെ മദ്രാസ് ഹൈക്കോടതി. ഹർജി സമർപ്പിച്ചത് നടപടിക്രമം പാലിക്കാതെയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദുരന്തത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ നൽകിയ ഹർജി നാളെ പരിഗണിക്കും. ദുരന്തത്തിൽ ഗൂഢാലോചന സംശയിച്ചാണ് ടി.വി.കെ ഹർജി സമർപ്പിച്ചത്. വിവരങ്ങളുമായി സ്വാതി രാജീവുണ്ട്. സ്വാതി, സമാനതകളില്ലാത്ത ദുരന്തമാണ് സംഭവിച്ചത്. ഒരു രാഷ്ട്രീയ റാലിക്ക് ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു താരത്തെ കാണാനുള്ള ആഗ്രഹവുമായി എത്തിയ മനുഷ്യരാണ്. 40 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിലിപ്പോൾ 2 കോടതി നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നിലാണിപ്പോൾ ഇന്ന് 4:30 പരിഗണിക്കാമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പരിഗണിക്കില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ ടി.വി.കെ സമർപ്പിച്ച ഹർജി എന്നാണ് പരിഗണിക്കുക? എന്താണ് വിശദാംശം? അഖില, അത് തന്നെയാണ്. ഇന്നലെ ഈ ഒരു ദുരന്തം സംഭവിച്ചു. അതിനുശേഷം ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇന്നിപ്പോൾ അതിൻ്റെ നിയമ വഴികളിലേക്ക്, നിയമ നടപടികളിലേക്ക് പലതരത്തിൽ കടന്ന ഒരു ദിവസമാണ്. അതിലേറ്റവും പ്രധാനമാണ് ഇപ്പോൾ അഖില സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഹർജി, അതായത് ടി.വി.കെ നടത്തുന്ന റാലികൾ തടയണം എന്നുള്ള ഹർജി ഇന്ന് 4:30 മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അത് പരിഗണിക്കില്ല, അത് തള്ളുകയാണ് ചെയ്തത്. അത് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ ഒരു ഹർജി സമർപ്പിച്ചത് എന്ന് പറഞ്ഞാണ് കോടതി ഈ ഒരു ഹർജി തള്ളിയിരിക്കുന്നത്. സെന്തിൽ കണ്ണൻ എന്നുള്ള കരൂർ സ്വദേശി, ഇദ്ദേഹം ഈ പരിക്കേറ്റ ആളുകളിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം സമർപ്പിച്ച ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. സമാനമായിട്ടുള്ള ഹർജി ഇതിനു മുൻപും കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. അതിനോട് കൂട്ടിച്ചേർത്ത് മാത്രമേ ഈ ഹർജി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത് പ്രത്യേകമായ ഒരു ഹർജിയായി പരിഗണിച്ച് നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇന്ന് കോടതി പറഞ്ഞത്. എന്നാൽ മറ്റൊരു വശത്ത് ടി.വി.കെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ടി.വി.കെ പറയുന്നത് ഈ തങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, വലിയ തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിന് പിന്നാലെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ അങ്ങനെ ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിക്ക് മുൻപാകെ, മധുര ബെഞ്ചിന് മുൻപാകെയാണ് ടി.വി.കെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അത് നാളെ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നുള്ളതാണ്. ഇത്തരത്തിൽ 2 തരത്തിലാണ് നിയമ നടപടികൾ. മറ്റൊന്ന്, ഇന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ച അരുണ ജഗദീശൻ, മുൻ ജഡ്ജിയായ അരുണ ജഗദീശൻ സംഭവ സ്ഥലത്ത് ഇന്ന് കരൂരിൽ ഈ ഒരു അപകടം നടന്ന സംഭവത്ത് നേരിട്ടെത്തി കാര്യങ്ങൾ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് വിജയ് ഈ പരിക്കേറ്റ ആളുകൾക്ക് 20 ലക്ഷം രൂപ, മരണപ്പെട്ട ആളുകൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അതുപോലെ പരിക്കേറ്റ ആളുകൾക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകിയിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഇന്നിപ്പോൾ കടന്നിരിക്കുന്നു. ഇന്ന് ഇത്രയും സംഭവ വികാസങ്ങൾ, നിയമ നടപടികൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെയാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അഖില, സ്വാതി രാജീവാണ് വിവരങ്ങൾ നൽകിയത്.